Hello, welcome to part 2 of class 24. Class 24ൻ്റെ സെക്കൻഡ് പാർട്ട്. ഒന്നാമത്തെ പാർട്ട് ടീച്ചർ ഓൾറെഡി തന്നു. ഇത് രണ്ടാമത്തെ ഭാഗം. ഓക്കെ, ലെറ്റ്സ് റീഡ് ആൻഡ് കറക്റ്റ് THE എന്ന വാക്ക് നമുക്ക് വായിച്ച് ശരിയാക്കി എടുക്കാം അല്ലേ. ദി എവിടെ, ദി എവിടെ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അതിനോടൊപ്പം തന്നെ എന്ത്, എ ഫ്യൂ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ആൻഡ് വെച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ, അത് കുറച്ച് അതിൻ്റെ കൂടെ തന്നെ. ഈ വീഡിയോയിൽ THE എന്ന വാക്കൊക്കെ ടീച്ചർ റെഡ് കളറിലാക്കി വെച്ചിട്ടുണ്ട്. THE ദ ആണ് ഉച്ചരിക്കപ്പെടേണ്ടതെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉച്ചരിച്ച് വേണം ടീച്ചർക്ക് അയച്ചു തരാൻ. അതല്ല ദി ആണ് ഉച്ചരിക്കേണ്ടതെങ്കിൽ ദി എന്ന് ഉച്ചരിച്ച് ടീച്ചർക്ക് അയച്ചു തരണം. ഓക്കെ, ഇറ്റ്സ് എ വെരി ഗുഡ് പ്രാക്ടീസ്. എല്ലാവരും പോസിറ്റീവായി തന്നെ ചെയ്യുക. അതോടൊപ്പം തന്നെ ആൻഡ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതും ഫിൽ ചെയ്ത് അതും ഒപ്പം വായിക്കണം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. Dash village chief has started dash utensil shop. Dash village chief has started dash utensil shop. ഇവിടെ THE വരുന്നിടത്തും ടീച്ചർ ഡാഷിനെ പറയുള്ളൂ. അതെന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ച് എനിക്ക് വായിച്ചയക്കുക. ഓക്കെ, പിന്നെ ഡാഷ് എന്ന് എഴുതി കാണുന്നിടത്ത് ഒന്നുകിൽ അല്ലെങ്കിൽ ആൻ, അതേതാണെന്നും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇതിൻ്റെ ആൻസർ ഈ കമൻറ്റിൽ തന്നെ അയക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി വായിച്ച് റെക്കോർഡ് ചെയ്ത് ടീച്ചർക്ക് അയച്ചു തരണം. Dash village chief has started dash utensil shop. Dash village chief has started dash utensil shop. Dash village chief has started dash utensil shop. Joya's father is dash principal of our college. Joya's father is dash principal of our college. Joya's father is dash principal of our college. Joya's father is dash പ്രിൻസിപ്പൽ ഓഫ് ആ കോളേജ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടീച്ചർ THE എന്നുള്ളിടത്ത് ഡാഷ് എന്നേ പറയുള്ളൂ. പക്ഷെ അവിടെ റെഡിൽ ഉണ്ട്. പക്ഷെ ഡാഷ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആനൊന്നും വെറുതെ എഴുതി ചേർക്കരുത്. അവിടെ THE തന്നെയാണ് വേണ്ടത്. ഓക്കെ, ഞാൻ 1-2 തവണ അവിടെ THE എന്ന് പറയാൻ ശ്രമിച്ചു. പക്ഷേ ഞാനത് ശരിയായ ഉച്ചാരണം പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഡാഷ് എന്ന് പറയുന്നു. ഓക്കെ, Dash Ganges flows from dash Himalayas. ഈ ഗാഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ റിവർ ഗംഗയാണ്. ഓക്കെ, അതിന് അങ്ങനെയും ഒരു പേരുണ്ട്, ഗാഞ്ചസ്. ഹിമാലയാസ് നമ്മുടെ ഹിമാലയൻ പർവ്വത നിരകളെ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിൻ്റെ മുന്നിലും THE ഉണ്ട്. അത് രണ്ടും എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വായിച്ചയക്കുക. ഓക്കെ, Dash Ganges flows from dash Himalayas. Dash Ganges flows from dash Himalayas. Dash Ganges flows from dash Himalayas. ഓക്കെ, റൂളൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ. അതിനനുസരിച്ച് തന്നെ വായിക്കുക, ദ ആണോ ദി ആണോ എന്ന്. Please give me dash copy of dash Times of India. Please give me dash copy of dash Times of India. Please give me dash copy of dash Times of India. ആ ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ള പത്രം, ആ പത്രത്തിൻ്റെ ആദ്യത്തെ വാക്ക് THE തന്നെയാണ്.
നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു പേര് ഇപ്പം എന്താണ്, എൻ്റെ പേര് ആബിദ. അപ്പോൾ ആബിദയുടെ മുന്നിൽ ദ ഇടില്ല. ഓൾറെഡി ആബിദ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു പെർട്ടിക്കുലർ വ്യക്തിയിലേക്ക് ചൂണ്ടുന്നതാണ്. അപ്പോൾ പിന്നെ അതിലേക്ക് ഒരു ദ ആവശ്യമില്ല. നെയിം പറയുമ്പോൾ ദ എന്ന് ചേർക്കില്ല. തൃക്കരിപ്പൂർ ദ എന്ന് ചേർക്കില്ല. ദ തൃക്കരിപ്പൂർ എന്ന് പറയില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ളത് പേരാണ്. അപ്പോൾ അതിന് മുന്നേ TH കാണുന്നത് അതെന്തല്ല, അത് നമ്മൾ ചേർത്തതല്ല. ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ ഫുൾ നെയിം അതാണ്, TH ടൈംസ് ഓഫ് ഇന്ത്യ. നിങ്ങളെ മുഖത്തൊരു നിരാശ ഞാൻ കാണുന്നുണ്ട്. ഞാൻ TH ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതെങ്ങനെ ഉച്ചരിക്കുമെന്ന് പ്രതീക്ഷിച്ചു അല്ല? ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഡാഷ് ടൈംസ് ഓഫ് ഇന്ത്യ. ആ ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ളതിന് മുന്നേ ആ TH എന്നുള്ളതും കൂടിയിട്ടുള്ളതാണ് അതിൻ്റെ പേര് കേട്ടോ. ഇനി നിങ്ങളത് കൺഫ്യൂഷൻ ആവരുത്. അതായത് പേരിൻ്റെ മുന്നിൽ ഒരിക്കലും നമ്മൾ TH ചേർക്കില്ല. ഇത് പേരിൻ്റെ ഭാഗമാണ് TH. ഓക്കെ, വേഗം വായിക്കാൻ ശ്രമിച്ചോളൂ. എന്താണ് TH എന്ന്? പ്ലീസ് ഗിവ് മീ ഡാഷ് കോപ്പി ഓഫ് ഡാഷ് ടൈംസ് ഓഫ് ഇന്ത്യ. Okay, dash Dhavans are particularly interested in music. Dash Dhavans are particularly interested in music. വീണ്ടും ഇത് ധവൻസ് എന്ന് പറയുമ്പോൾ അത് പേരല്ല, കുടുംബ പേരിൻ്റെ കൂടെ എസ് ചേർത്തതാണ്. കുടുംബ പേരിൻ്റെ കൂടെ എസ് ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ഗാന്ധി എന്ന ഫാമിലി നെയിം ഉള്ള സമയത്ത് ഗാന്ധി എന്ന ഫാമിലി നെയിമുള്ള ആളുകളെ എല്ലാവരെയും മൊത്തത്തിൽ കൂടി നമ്മൾ ഗാന്ധീസ് എന്ന് വിളിക്കും. അത് കുടുംബപ്പേരിൽ ആ കുടുംബപ്പേര് വഹിക്കുന്ന ആളുകളെല്ലാം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ TH ചേർത്തത്. ഓക്കെ, അത് ഇപ്പോൾ ഒരു വ്യക്തിയുടെ പേര് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളുടെ നെയിം പറയുന്ന സമയത്ത് ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ TH ചേർക്കില്ല. ഇവിടെ ധവൻസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളെയാണ്, അവരെ പെർട്ടിക്കുലറായിട്ട് ചൂണ്ടാൻ വേണ്ടിയിട്ടാണ് TH ചേർത്തത്. ഓക്കെ, അത് കൺഫ്യൂഷൻ ആവരുത്. ധവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധവൻ എന്ന് പറയപ്പെടുന്ന ഫാമിലി നെയിം കൊണ്ട് നടക്കുന്ന ആളുകളെല്ലാം എന്നുള്ള അർത്ഥം. ഓക്കെ, ഡാഷ് ധവൻസ് ആർ particularly interested in music. Dash Dhavans are particularly interested in music. Dash market will remain closed for 2 days. Dash market will remain closed for 2 days. Dash market will remain closed for 2 days. ഇവിടെ TH അത് ദി ആണോ ദ ആണോ അതാണ് നിങ്ങൾ മനസ്സിലാക്കി അത് വായിച്ച് അയക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെയും ആൻസർ ഇടാൻ മറക്കരുത്. ഡാഷ് മാർക്കറ്റ് വിൽ റിമെയിൻ closed for 2 days. Dash market will remain closed for 2 days. She wrote dash paper for dash seminar. She wrote dash paper for dash seminar. ഇപ്പോഴ് ഏകദേശം ആളുകൾ WROTE എന്ന് വരുന്ന വാക്കിനെ റോട്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ശരിയായ രീതിയിൽ വായിക്കുന്നുണ്ട്. ഇപ്പോഴും ഒന്നോ രണ്ടോ പേർക്കൊക്കെ അത് മിസ്റ്റേക്ക് വരുന്നുള്ളൂ, റോട്ടെന്ന്. അത് അവരും ചേഞ്ച് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴേ ഏകദേശം എല്ലാ റൂൾസും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. W അവിടെ സൈലൻ്റ് ആണ്. പിന്നെ PAPER, പേപ്പർ, പേയ് എന്നിട്ട് പ. നമ്മൾ ബേബി എന്ന് പറഞ്ഞിട്ടില്ലേ, BABY, ബേബി. അതുപോലെ തന്നെ ഇവിടെ പേപ്പർ. ഓക്കെ, പേപ്പർ. She wrote dash paper for dash seminar. She wrote dash paper for dash seminar. She wrote dash paper for dash
seminar. Okay. Rohan bought dash cup of coffee. Rohan bought dash cup of coffee. Rohan bought dash cup of coffee. അവിടെ ആണോ വേണ്ടത് ആണോ വേണ്ടത് അതാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. കൂടാതെ ഒരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ കൂടി ടീച്ചർ ഇടാം. എന്താണ് ഈ ബോട്ട് BOUGHT അത് ഏതോ ഒന്നിൻ്റെ V2 ഫോമാണ്. ഏതാണ് ആ വാക്ക്? ബോട്ട് എന്നത് ഏത് വാക്കിൻ്റെ V2 ഫോമാണ്? V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ഫോം. അത് ഏത് വാക്കിൻ്റെതാണ് ബോട്ട്? റോഹൻ ബോട്ട് ഡാഷ് കപ്പ് ഓഫ് കോഫി. അത് ഇവിടെ തന്നെ കമൻറ്റ് ചെയ്യണേ ഏതാണ് ആ വാക്ക് എന്നുള്ളത്. റോഹൻ ബോട്ട് ഡാഷ് കപ്പ് ഓഫ് കോഫി. റോഹൻ ബോട്ട് ഡാഷ് കപ്പ് ഓഫ് കോഫി. അതിൽ ബോട്ട് ഏത് വാക്കിൻ്റെ V2 ഫോമാണ്? അതാണ് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. Dash earth moves round dash sun. Dash earth moves round dash sun. Dash earth moves round dash sun. ഓക്കെ, ഇവിടെ 2 TH വരുന്നുണ്ട്. അത് രണ്ടിൻ്റെയും ഉച്ചാരണം എങ്ങനെയാണ് എന്നാണ് നിങ്ങൾ നോക്കി വായിക്കേണ്ടത്. ഓക്കെ, ഡാഷ് എർത്ത് മൂവ്സ് റൗണ്ട് ഡാഷ് സൺ. റൂൾസൊക്കെ ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ഡാഷ് എർത്ത് മൂവ്സ് റൗണ്ട് ഡാഷ് സൺ. He met with dash accident yesterday. He met with dash accident yesterday. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എഴുതുന്ന സമയത്ത് നോട്ട് പുസ്തകത്തിലേക്ക് TH എന്ന് എഴുതുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ദി ആണെങ്കിൽ മലയാളത്തിൽ ഇങ്ങനെ ദാ എഴുതിയിട്ടൊരു ഈയുടെ പുള്ളി ഇടുക. ദ ആണെങ്കിൽ ദാ എന്ന് എഴുതുക. അങ്ങനെ എഴുതി വെക്കണേ. ഓക്കെ, കറക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവണം. ഞാൻ വോയിസ് വേറെ സമയത്തും നോട്ട്സ് വേറെ സമയത്തും ചിലപ്പോൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരുമിച്ച് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതണം എന്ന് പറയുന്നത്. THയുടെ മുകളിലായിട്ട് ദി ആണെങ്കിൽ ദി എന്ന് എഴുതി വെക്കണം, ദ ആണെങ്കിൽ ദ എന്ന് എഴുതി വെക്കണം. ഓക്കെ, ഹി മെറ്റ് വിത്ത് ഡാഷ് ആക്സിഡന്റ് യെസ്റ്റർഡേ. ഇവിടെ ദിയും ദ ഒന്നും അല്ല കേട്ടോ, ആനാണ്, മറക്കണ്ട. He met with dash accident yesterday. He met with dash accident yesterday. Meeta saw dash cat in dash garden. Meeta saw dash cat in dash garden. Meeta saw dash cat in dash garden. ഇവിടെ ഡാഷ്, ആദ്യത്തെ ഡാഷിൽ ആണോ ആണോ നോക്കുക. പിന്നത്തെ ഡാഷിൽ നിങ്ങൾ ഉച്ചരിക്കുന്ന TH ദ ആണോ ദി ആണോ എന്ന് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടി ടീച്ചർ എക്സ്ട്രാ തരട്ടെ. CAT കാറ്റ്, അത് ഷോർട്ട് വവൽ സൗണ്ട് ആണോ ലോങ് വവൽ സൗണ്ട് ആണോ? നിങ്ങൾ കാറ്റ് എന്ന് എഴുതുക, ഡാഷ് ഇടുക, എന്നിട്ട് ഷോർട്ട് അല്ലെങ്കിൽ ലോങ് എന്ന് എഴുതുക. ഷോർട്ട് വവൽ സൗണ്ട് ആണെങ്കിൽ ഷോർട്ട് എന്ന് എഴുതുക, ലോങ് വവൽ സൗണ്ട് ആണെങ്കിൽ ലോങ് എന്ന് എഴുതുക. ഓക്കെ, അതിവിടെ കമൻറ്റിൽ തന്നെ ചെയ്താൽ മതി. മീത സോ ഡാഷ് കാറ്റ് ഇൻ ഡാഷ് ഗാർഡൻ. മീത സോ ഡാഷ് കാറ്റ് ഇൻ ഡാഷ് ഗാർഡൻ. We saw dash tiger in dash zoo. We saw dash tiger in dash zoo. നിങ്ങളിപ്പോൾ ഒരുപാട് സെൻറ്റൻസസ് ആയി കാണുന്നു. നോക്കിയേ, ഇവിടെ ടൈഗർ എന്നുള്ള വാക്കിന് മുന്നിൽ ഓർ ആനാണ് വേണ്ടത്.
പക്ഷെ സൂ എന്നുള്ളത് TH ആവുന്നു. അതെന്തുകൊണ്ടാണ്? സൂ ഏതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അല്ലേ? ആ സൂ, അല്ലെങ്കിൽ ഞാൻ പോയ സൂ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള സൂ, എന്തെങ്കിലുമായി ആ സൂയെ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ടൈഗർ ഏതോ ഒരു ടൈഗർ, ആ സൂവിനകത്ത് കുറേ ടൈഗേഴ്സ് ഉണ്ടാവാം, അതിനകത്ത് ഞാനൊരു ടൈഗറിനെ കണ്ടു, അത് ഇന്ന പെർട്ടിക്കുലർ ടൈഗർ എന്നൊന്നുമില്ല അല്ലേ? അതുകൊണ്ടാണ് ഓർ ആൻ. അതെപ്പോഴും ശ്രദ്ധിക്കുക. TH എന്ന് പറയുമ്പോൾ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതിയെ കുറിച്ചാണ് നമ്മൾ അങ്ങനെ പറയുക. ഓക്കെ, വി സോ ഡാഷ് ടൈഗർ ഇൻ ഡാഷ് സൂ. വി സോ ഡാഷ് ടൈഗർ ഇൻ ഡാഷ് സൂ. Sunil's father is dash advocate in dash high court. Sunil's father is dash advocate in dash high court. Sunil's father is dash advocate in dash high court. ഇവിടെ ADVOCATE, അതിനെ അഡ്വക്കേറ്റ് എന്നും പറയാം. പക്ഷെ നമ്മൾ നോർമലി യൂസ് ചെയ്ത് വരുന്ന ഒരു രീതി കേറ്റാണ്. സോ അതിൽ തന്നെ തുടരാം. അഡ്വക്കേറ്റ്, കേറ്റ് എന്നൊന്നും ആക്കണ്ട, അഡ്വക്കേറ്റ്. ഓക്കെ, സുനിൽസ് ഫാദർ ഇസ് ഡാഷ് അഡ്വക്കേറ്റ് ഇൻ ഡാഷ് ഹൈക്കോർട്ട്. ഓക്കെ, ഇതിൽ 2 സെൻറ്റൻസസ് കാണാം. അത് ടീച്ചർ എന്ത് ചെയ്തു? ഒരു ഡിഫറൻസ് വരുത്തി. ആദ്യത്തേത്, സുരേഷ് ഇസ് ഡാഷ് ടോളസ്റ്റ് ബോയ് ഇൻ ഡാഷ് ക്ലാസ്. സുരേഷ് ഇസ് ഡാഷ് ടോളസ്റ്റ് ബോയ് ഇൻ ഡാഷ് ക്ലാസ്. രണ്ടാമത്തെ സെൻറ്റൻസിലോ ഡാഷ് ക്ലാസ്സിൽ നിന്നുള്ളിടത്ത് ഡാഷ് എൻറ്റയർ ക്ലാസ് എന്നാക്കി. ഓക്കെ, Suresh is dash tallest boy in dash class. Suresh is dash tallest boy in dash class. Suresh is dash tallest boy in dash entire class. Suresh is dash tallest boy in dash entire class. Okay. Suresh is dash tallest boy in dash class. Suresh is dash tallest boy in dash entire class. Okay, ഇത് രണ്ടിൻ്റെയും എന്താണ് TH എങ്ങനെയാണ്? മൊത്തം 4 TH ഉണ്ട് അല്ലേ? ഈ 4 THയും എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. She gave me dash call in dash evening. She gave me dash call in dash evening. ഇപ്പോഴും ഈവനിങ് എന്ന് പറയുന്നതിൽ പലർക്കും കുഴപ്പമുണ്ട്, അത് ശ്രദ്ധിക്കുക. ഈവ് എന്ന് പറഞ്ഞ ഒരു നിങ്, ഈവനിങ് എന്ന് പറയരുത്, ഈവനിങ്. She gave me dash call in dash evening. She gave me dash call in dash evening. പൊന്നു മക്കളെ, ഞാൻ ഓരോ വാക്കിൻ്റെ ഇടയിലും ഗ്യാപ്പൊക്കെ ഇട്ട് മെല്ലെ കഷ്ടപ്പെട്ടിട്ടാണ് വായിക്കുന്നുള്ളത്. ഈ സ്റ്റോപ്പ് ഇട്ടിട്ട് വായിക്കുന്നത് കുറച്ചൊരു ടാസ്ക് ആണ്. പക്ഷെ അങ്ങനെയും ടീച്ചർ വായിച്ചു തരുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വാക്കിൻ്റെയും ഓരോ ഭാഗത്തുള്ള ഉച്ചാരണം കറക്റ്റ് മനസ്സിലാക്കാനാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, നിങ്ങളിത് എന്താണ് ഫാസ്റ്റ് മോഡിലിട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്ലോ ആയിട്ട് ടീച്ചർ വായിച്ച് ഓരോ ശബ്ദവും ഓരോ ഉച്ചാരണവും മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നതൊക്കെ വേസ്റ്റ് ആവും. അപ്പോൾ ശ്രദ്ധിച്ച് അത് കൃത്യമായി കേട്ട്, പക്ഷെ സ്ലോ ആക്കിയിട്ടും കേൾക്കരുത്. ടീച്ചർ ഈ അയക്കുന്ന ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാനും പാടില്ല, കൂട്ടാനും പാടില്ല, അങ്ങനെ തന്നെ കേൾക്കണം. ഓക്കെ, സ്ലോ ആക്കിയാലും ഉച്ചാരണം തെറ്റും. അത് ചിലർ ചെയ്യാറുണ്ട്, അത് സ്ലോ ആക്കി, അത് സ്പീഡിൽ സംസാരിക്കുന്നതേ സ്ലോ ആക്കേണ്ടതുള്ളൂ. ടീച്ചർ ഓൾറെഡി ഓരോ വാക്കും കറക്റ്റ്, അതായത് അത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള രീതി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ കേൾക്കുക. ഓക്കെ, ഈവനിങ്, നിങ്ങും നിങ്ങും എന്നൊന്നും പറയില്ല.
evening. Okay, she gave me dash call in dash evening. She gave me dash call in dash evening. Dr. Hamid is dash Urdu teacher. Dr. Hamid is dash Urdu teacher. Dr. Hamid is dash Urdu teacher. ഓക്കെ, ഇവിടെ ഡാഷിനകത്ത് എന്താ എഴുതേണ്ടത്? ഓർ ആൻ. ടീച്ചർ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു, അതിനുശേഷം എക്സ്റ്റെൻഡഡ് ആയിട്ട് കുറച്ച് റൂൾസ് പറഞ്ഞു തന്നിരുന്നു. ഷോർട്ട് വവൽ സൗണ്ട്സ്, ലോങ് വവൽ സൗണ്ട്സ്, അതായത് മൊത്തത്തിൽ വവൽ സൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ടീച്ചർ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ വവൽ സൗണ്ട്സിൽ വരുന്നതും കോൺസണന്റ് സൗണ്ട്സിൽ വരുന്നതുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. ഒക്കെ ഓർക്കണേ. ഡോക്ടർ ഹാമിദ് ഇസ് ഡാഷ് ഉറുദു ടീച്ചർ. Dr. Hamid is dash Urdu teacher. Dr. Hamid is dash Urdu teacher. I met dash boy. Dash boy was very polite. I met dash boy. Dash boy was very polite. ഞാനൊരു ആൺകുട്ടിയെ കണ്ടു. ആ ആൺകുട്ടി വളരെ പൊലൈറ്റ് ആയിരുന്നു. അപ്പോഴേ ആദ്യം എ ഓർ ആൻ, ഒരാൾ, ഏതോ ഒരാളെയാണ് കണ്ടത്. പിന്നെ നമ്മൾ സംസാരിച്ചത് ആ കണ്ട അതേ വ്യക്തിയെ കുറിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അവിടെ TH വന്നത്. നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ എ ആൻ്റെ യൂസേജും THയുടെ യൂസേജിൻ്റെയും ഡിഫറൻസ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു കുട്ടിയെ ഞാൻ കണ്ടു, അപ്പോൾ അതൊരു കുട്ടി. പക്ഷെ കണ്ടുമുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ പോയിന്റ് ചെയ്ത് പറയാണ്, ആ കുട്ടി വളരെ പൊലൈറ്റ് ആയിരുന്നു. ഓക്കെ, ഐ മെറ്റ് ഡാഷ് ബോയ്. ഡാഷ് ബോയ് വാസ് വെരി പൊലൈറ്റ്. ഐ മെറ്റ് ഡാഷ് ബോയ്. ഡാഷ് ബോയ് വാസ് വെരി പൊലൈറ്റ്. Reading is dash good habit. Reading is dash good habit. Reading is dash good habit. അവിടെ എ ആണോ ആൻ ആണോ അതേ ശ്രദ്ധിക്കാനുള്ളൂ. Reading is dash good habit. Reading is dash good habit. ഇവിടെ നോക്കിയ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല ശീലമാണെന്നല്ലേ പറയുന്നത്. ഇവിടെ ഈ റീഡിംഗ് എന്നുള്ളത് വായന എന്നാണ് അതിനർത്ഥം വരിക, വായിക്കുന്നു എന്നല്ല കേട്ടോ. ഇവിടെ വായന എന്ന അർത്ഥത്തിലാണ് റീഡിംഗ് യൂസ് ചെയ്തിട്ടില്ല. ടീച്ചർ അന്ന് പറഞ്ഞിരുന്നു ജെറൻസ് എന്നൊരു വാക്കല്ലേ. ഇവിടെ റീഡിംഗ് ഈസ് എ ജെറൻഡ്. ഓക്കെ, ജെറൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേർബ്, ആക്ഷൻ വേർഡിൽ ING ചേർത്തിട്ട് അതിന് നൗണായി ഉപയോഗിക്കൽ. സ്വിമ്മിങ്, റീഡിംഗ്, ഇതൊക്കെ അങ്ങനെ വരുന്നതാണ്. നീന്തൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സ്വിമ്മിങ് എന്ന് യൂസ് ചെയ്യാറില്ലേ. അവൻ നീന്തൽ പഠിക്കാൻ പോകുന്നു. ഇതിൽ പഠിക്കാൻ എന്നുള്ളതാണ് എന്ത്, നമ്മുടെ ആക്ഷൻ വേർഡ് അല്ലേ, ലേൺ. ഓക്കെ, പക്ഷേ ഇവിടെ നീന്തൽ എന്നുള്ളത് അത് ഇവിടെ എന്താണ്, എന്തോ ഒരു സംഭവം, അതായത് അത് എന്താണ് നീന്തൽ എന്നുള്ള അർത്ഥത്തിലാണ്. അത് ആക്ഷൻ വേർഡ് അല്ല അവിടെ. അങ്ങനെയുള്ള വാക്കുകളെ, അതായത് ING ചേർത്ത് ആക്ഷൻ വേർഡിനെ നമ്മൾ നൗണാക്കി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു സംഭവമാക്കി ഉപയോഗിക്കുന്നതിന് നമ്മൾ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ജെറൻഡ് എന്ന് പറയും. ഓക്കെ, ഇവിടെ റീഡിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വാക്കാണ്. ഓക്കെ, അല്ലാതെ ഇതൊരു ആക്ഷൻ വേർഡ് അല്ല. റീഡിംഗ് ഇസ് ഡാഷ് ഗുഡ് ഹാബിറ്റ്. റീഡിംഗ് ഇസ് ഡാഷ് ഗുഡ് ഹാബിറ്റ്. വായന ഒരു നല്ല ശീലം ആണ് എന്ന് പറയുകയാണ്. ഓക്കെ, വായന, റീഡിംഗ്. ഓക്കെ, അവിടെ എ ആണോ ആൻ ആണോ വേണ്ടത്? He is dash captain in dash army. He is dash captain in dash army. അവൻ ഒരു ആർമിയിലെ ഒരു ക്യാപ്റ്റനാണ്. ഏതോ ഒരു ആർമിയിലെ ഏതോ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ. ഓക്കെ,
അല്ലെങ്കിൽ നമ്മൾ TH യൂസ് ചെയ്യുമായിരുന്നു, ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റ് ചെയ്ത് പറയുമ്പോൾ. ഇത് ഏതോ ഒരു ആർമിയിലെ ഏതോ ഒരു ക്യാപ്റ്റനാണ്. ഓക്കെ, ഹി ഇസ് ഡാഷ് ക്യാപ്റ്റൻ ഇൻ ഡാഷ് ആർമി. ആണോ ആനാണോ, 2 ഡാഷസ് ഉണ്ട്, അതിൽ ഏതിൽ എന്താണ് എന്ന് ഡിസൈഡ് ചെയ്യാം. റൂൾസ് ഒക്കെ ഓർത്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഹി ഇസ് ഡാഷ് ക്യാപ്റ്റൻ ഇൻ ഡാഷ് ആർമി. ഹി ഇസ് ഡാഷ് ക്യാപ്റ്റൻ in dash army. Mr. Gokhale is dash honorary president of a society. Mr. Gokhale is dash honorary president of a society. Mr. Gokhale is dash honorary president of a society. Honorary president society. Honorary, 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 honorary. Okay, Mr. Gokhale is dash honorary president, president, president of a society. Mr. Gokhale is dash honorary president of a society. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് അവിടെ ഡാഷിൻ്റെ അടുത്ത് ആണോ ആനാണോ എന്ന് എഴുതുക. ഓക്കെ, മിസ്റ്റർ ഗോഖലെ ഇസ് honorary president of a society. Mr. Gokhale is dash honorary president of a society. Mr. Gokhale is dash honorary president of a society. Okay? ഓക്കെ, ഇപ്പോഴെല്ലാവരും എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് ടീച്ചർ കരുതുന്നു. ഇപ്പോൾ ഫൈനൽ അറ്റൻഡൻസ് ഇവിടെ ഇട്ടോളൂ. എന്നിട്ട് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ വായിച്ച് റെഡിയാക്കി ടീച്ചർക്ക് അയച്ചു തരണം. നിങ്ങളുടെ വോയിസ് കാണുമ്പോൾ ടീച്ചർക്ക് ഭയങ്കരത്തിൽ സന്തോഷം തോന്നണം. ആഹാ, എല്ലാ മക്കളും ഉഷാറായിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. അറ്റൻഡൻസ് ഇടാൻ മറക്കണ്ട. ബൈ.